ബി.ജെ.പിയെ പോലൊരു പാർട്ടിക്ക് കാശ് കൊടുത്തിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ജോയിൻ ചെയ്യുന്ന ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ബി.ജെ.പി വലിയ രീതിയിൽ വളരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പക്ഷേ പലപ്പോഴും ഞങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് അത്ര ഉയരത്തിൽ ഉയരുമ്പോൾ അതിനകത്ത് കണ്ടെത്തുന്ന ചില ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ ഈവൻ കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഞാൻ മാനന്തവാടിയിലാണ്. മാനന്തവാടി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ ക്വാളിറ്റി അല്ല, എന്നേക്കാൾ ക്വാളിറ്റിയുള്ള 4-5 പേര് മാനന്തവാടിയിലുണ്ട്. അങ്ങനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കും ഒന്നല്ലെങ്കിൽ 4-5 പേരുണ്ട്. അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മിനിമം കേട്ടോ. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടായികയോ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ കിട്ടായി അത്തരമൊരു പ്രശ്നമേ ബി.ജെ.പിക്ക് ഇല്ല.